നമസ്കാരം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് പുരിയലാണ്. ഇത് കൊല്ലത്തൊക്കെ കല്യാണത്തിന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ബീഫിൻ്റെ ഡിഷാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണമുള്ള ഒരു വെറൈറ്റി ബീഫിൻ്റെ ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ ബീഫ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നീളത്തിൽ ഇതേ വലിപ്പത്തിൽ വേണം ബീഫ് കട്ട് ചെയ്യാൻ. ഇനി നമുക്കിത് കഴുകി എടുക്കണം. ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. 6 ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഒരു തക്കോലമാണ്, അത് ഇതുപോലെ ഒന്ന് ഒടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കത്തില്ല. അപ്പോൾ എരിവ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കുരുമുളകിൻ്റെ എണ്ണം കൂടെ കൂട്ടാം. ഇനി നമുക്ക് കുക്കറിലേക്ക് കഴുകി മാറ്റി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ കുരുമുളക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 8 വിസിൽ വരുന്നിടം വരെയാണ് കുക്ക് ചെയ്യുന്നത്. ഇത് ഒരുപാട് വെന്ത് പോകരുത്, അതുകൊണ്ട് ഓരോരോ കുക്കറിലും വേവ് വ്യത്യാസമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് കുക്ക് ചെയ്യുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 10 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ഇത് മാറ്റി വെക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 4 സവാളയാണ്, വലിയ 4 സവാള. ഇതുപോലെ റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്തേക്കുവാണ്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 10 കാഷ്യൂ നട്ടും എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 8 വിസിലായിട്ടുണ്ട്. ബീഫ് വെന്തു ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇതിൽ വെള്ളമൊക്കെ ഉണ്ട്, നമ്മളിത് പറ്റിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലാസ്റ്റിൽ മസാലയുടെ കൂടിയിട്ടാണ് ഇത് പറ്റിച്ചെടുക്കുന്നത്. അപ്പം ഇത് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഞാനൊരു കടായി വെച്ചേക്കുവാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കണം നമുക്ക്. ഇത് ലാസ്റ്റിൽ ഇതിലേക്ക് ചേർക്കാനുണ്ട്, അതുകൊണ്ട് വറുത്ത് കോരി മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കാഷ്യൂ നട്ടും കൂടി ഇട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി വെക്കാം. ഇത് കോരി മാറ്റി വെച്ച് ഇനി നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. അതിനുശേഷം ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് നല്ല ക്രിപ്സി ആയിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഒരു സൈഡൊന്ന് മൂത്ത് കഴിയുമ്പോൾ അടുത്ത സൈഡും കൂടി ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഒരു 2 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, എങ്കിലേ ഇതിൻ്റെ ഉൾവശമൊക്കെ വെന്ത് കിട്ടുള്ളൂ. ഇത് നമ്മൾ ഓരോ സൈഡും മൂപ്പിച്ചെടുക്കുക. ഇപ്പം ആയിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലാകുമ്പോൾ ഇത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ, ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു കളറിലെത്തുമ്പോൾ വരെ വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ സവാളയും കൂടെ ഒന്ന് വഴറ്റുക. പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇതിലെ കംപ്ലീറ്റ് ഇതിലെ വെള്ളമെല്ലാം മാറുന്നിടം വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇതുപോലെ വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങും. അതുവരെ നമ്മൾ നല്ലതുപോലെ സവാള വഴറ്റണം. ഇനി നമുക്ക് ആദ്യം പൊടിച്ച് വെച്ച ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ആദ്യം പൊടിച്ച് വെച്ചതാണിത്. ഇത് നല്ലതുപോലെ വഴറ്റുക. വഴറ്റി എപ്പോഴും ഇച്ചിരി എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ ഇതെല്ലാം വഴറ്റിയെടുക്കണം. പച്ചമണമൊക്കെ മാറുന്നിടം വരെയും. അപ്പം ഇതുപോലെ ചെറുതായിട്ട് എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല്, നല്ല മസാല ചേർത്തപ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ബീഫിൽ നിന്നുള്ള ആ വെള്ളം ചേർത്തിട്ട് നമുക്കിത് പറ്റിച്ചെടുക്കണം. ഞാൻ ആ വേവിച്ച ബീഫിൻ്റെ വെള്ളം മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറ്റിച്ചെടുക്കുക. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് പറ്റിയെടുക്കണം. ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ നല്ലതായിട്ട് വെള്ളം പറ്റണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പറ്റിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇത് ഒരുപാട് ഹൈ ഫ്ലെയിമിലിടരുത്. ഇതുപോലെ തിളച്ചിട്ട് നമ്മുടെ ദേഹത്തേക്കൊക്കെ തെറിക്കും. അതുകൊണ്ടൊരു ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതായിരിക്കും സേഫ്. ഇതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിയുന്നു. ഈ സൈഡിലെല്ലാം നമുക്ക് ഇതുപോലെ തെളിയാൻ തുടങ്ങും. എന്നിട്ടേ നമ്മളിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുകയുള്ളൂ. നല്ലതുപോലെ ഇതൊന്ന് പറ്റിച്ച് വഴറ്റിയെടുക്കുക. ഇപ്പോൾ എണ്ണ തെളിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് വേവിച്ച് വെച്ച് ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫ് കറക്റ്റ് വേവായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയമിട്ട് ഇത് വഴറ്റേണ്ട ആവശ്യമില്ല. ഒത്തിരി വെന്ത ബീഫാണെങ്കിൽ നമ്മൾ ഒരുപാടിട്ട് ഇതുപോലെ വഴറ്റുവാണെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് കറക്റ്റ് വേവായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ഇത് നല്ലോണം പറ്റി കഴിയുമ്പോഴേ ഇതിലെ വെള്ളമെല്ലാം പറ്റി ഇത് നല്ലതുപോലെ ഒന്ന് തിക്കായി കഴിയുമ്പോൾ ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞതായി ഇതുപോലെ വരും. ഇതൊരു വെറൈറ്റി ഡിഷാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലോ ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇനി ആദ്യം വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും പൊട്ടറ്റയും കറി ലീവ്സും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ നല്ലതായിട്ട് എല്ലാ സൈഡിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ല മണമാണ് ഇതിന്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇത് നമ്മുടെ ബീഫ് പൊരിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ആക്ച്വലി ഇതിൻ്റെ കളർ ഒരു ഗ്രീനിഷ് കളറാണ്, ഒരു പച്ച കളറാണ്. നമ്മളിതിൽ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ക്യാമറയിൽ ബ്രൈറ്റ്നെസ് ഒക്കെ കൂടുതലായതുകൊണ്ട് ഈ ഒരു കളർ വന്നതാണ്. ഇതിൻ്റെ യഥാർത്ഥ കളർ ഒരു ഗ്രീൻ കളറാണ് ആക്ച്വലി. ഇതാണ് ഇതിൻ്റെ കളറ്. അപ്പം ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറായിട്ടുള്ള ഒരു ഡിഷാണിത്. നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും.